നമ്മുടെ വീട്ടിലെ ടൈലായാലും മാർബിളായാലും കെയർ ചെയ്യേണ്ട ചെറിയ ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതിലാദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടൈലായാലും മാർബിളായാലും വിരിച്ചു കഴിഞ്ഞാൽ ഉടനെ ഫ്ലോറിൽ കംപ്ലീറ്റ് വിരിക്കുന്ന മാറ്റില്ല, മാറ്റ് ഉപയോഗിക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഇന്റീരിയർ വർക്ക് നടക്കുമ്പോഴോ അല്ലെങ്കിൽ വുഡൻ്റെ വർക്ക് നടക്കുമ്പോഴെല്ലാം അതിൽ നിന്നുണ്ടാകുന്ന ഒരു കറണ്ട് അത് അബ്സോർബ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അത് അബ്സോർബ് ചെയ്താൽ ഒരിക്കലും ആ കറ പോകാൻ ചാൻസ് കുറവാണ്. ഫ്ലോർ മാറ്റ് വിരിക്കുമ്പോൾ വേറെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചാൽ അവിടെ കംപ്ലീറ്റ് പെയിന്റിങ്ങിന്റെ വർക്കും കാര്യങ്ങളെല്ലാം നടക്കും, സ്കഫോൾഡിംഗ് ഇടലും അത് അങ്ങോട്ടും നീക്കലും കാര്യങ്ങളായിട്ട് അതിന്റെ സ്ക്രാച്ചസ് വരാനുള്ള ചാൻസ് എല്ലാം ഒഴിവായി കിട്ടും. ഹൗസ് വാമിംഗ് കഴിഞ്ഞ ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യം ഡെയിലി ഫ്ലോർ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. അത് എല്ലാവരും ചെയ്യുന്നതാണ്, എന്നാലും ഇതിൽ കൂടെ പറയുന്നത് മാത്രം. ഫ്ലോർ ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, അസിഡിറ്റി കണ്ടന്റ് വളരെ കുറവുള്ള ഫ്ലോർ ക്ലീനേഴ്സ് ഉപയോഗിക്കുക. ഫർണിച്ചേഴ്സിന്റെ താഴെ ഫെൽറ്റ് പാഡ് ഉപയോഗിക്കുക. ഫെൽറ്റ് പാഡ് ഉപയോഗിക്കുന്നതുകൊണ്ട് ഫർണിച്ചർ നീക്കുമ്പോൾ അത് ടൈലിന് സ്ക്രാച്ചസ് ഒന്നും വരാതിരിക്കാൻ നന്നാവും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, കോമൺലി എല്ലാവരും ഉപയോഗിക്കുന്നതാണ്, നമ്മളെ സിറ്റ് ഔട്ടിലെ ഫ്രണ്ടിൽ മാറ്റ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. മാറ്റ് ഉപയോഗിക്കുമ്പോൾ പുറത്തുനിന്ന് വരുന്ന ഡസ്റ്റുകൾ മാക്സിമം അത് ആ മാറ്റിൽ അബ്സോർബ് ചെയ്യാൻ കാരണമാവും. ടൈലായാലും മാർബിളായാലും ഈ ചെറിയ ചെറിയ ടിപ്സ് എല്ലാം ഉപയോഗിച്ചാൽ നമ്മുടെ ഫ്ലോറുകൾ മനോഹരമായിരിക്കും.